ചാപ്റ്റർ ആണ് കൺഫോമൽ മാപ്പിംഗ്. ഈ മാപ്പിംഗ് എന്താണെന്ന് അറിയണം. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വേരിയബിൾ ആണ്. ഇവിടെ എക്സ് റിയൽ ആക്സിസും വൈ ഇമാജിനറി ആക്സിസ് ആണ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫിൽ അതിനെ പ്ലോട്ടാണ്. എക്സിന് സം വാല്യൂസും വൈക്ക് സം വാല്യൂസും നമ്മൾ പ്ലോട്ട് ചെയ്യണം ഇസഡ് പ്ലെയിനിൽ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു കർവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ കർവിനെ നമുക്ക് സി എന്ന് ഡിനോട്ട് ചെയ്യാം. ആ ഡയഗ്രാമിന് പറയുന്ന ഒരു പേരുണ്ട് ആർഗൺ ഡയഗ്രാം. To draw a curve of complex variable xy, let us take two axes, that is, one real axis and the other imaginary axis. A number of points xy are plotted on z plane by taking different value of z, different values of x and y. The curve C is drawn by joining the plotted points. The diagram that is obtained is called Argand diagram. ഇനി അതുപോലെ വേറൊരു കോംപ്ലക്സ് വേരിയബിൾ കൂടെ എടുക്കുവാണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. അപ്പോൾ ഇത് ഡബ്ല്യു പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ യു എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസും യു എന്ന് പറയുന്ന റിയൽ ആക്സിസും വി എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഡബ്ല്യു പ്ലെയിനിൽ നമ്മൾ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് യു വിക്ക് കൊടുക്കണം. അങ്ങനെ ഡബ്ല്യു പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുവാണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് വേറൊരു കർവ് ആയിരിക്കും കിട്ടുന്നത്. ആ കർവിനെ C1 എന്ന് ഡിനോട്ട് ചെയ്യുക. Let W is equal to function of Z equal to U plus IV. To draw a curve of W, we take two axes, namely U axis and V axis. By plotting different points UV on W plane and joining them, we get a curve C1 on W plane. അങ്ങനെ നമ്മൾ സി എന്നൊരു കർവ് കിട്ടി, C1 എന്ന് വേറൊരു കർവ് കിട്ടി. അപ്പോൾ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു കർവ് ഉണ്ട്. അത് ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ഇസഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്ന മാപ്പിംഗ്. അപ്പോൾ ദ ഫംഗ്ഷൻ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇസഡ് ദസ് ഡിഫൈൻസ് എ മാപ്പിംഗ് ഓർ എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഫിഗേഴ്സ് ഓഫ് ദി ഇസഡ് പ്ലെയിൻ ഇൻ ടു ദി ഫിഗേഴ്സ് ഓഫ് ദി ഡബ്ല്യു പ്ലെയിൻ. ഇസഡ് പ്ലെയിൻ എല്ലാം ഡബ്ല്യു പ്ലെയിൻ ആക്കി മാറ്റണം. ഏത് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചായിരിക്കും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ്. ദിസ് ഫംഗ്ഷൻ ഈസ് കോൾഡ് എ ട്രാൻസ്ഫോർമേഷൻ ഓർ മാപ്പിംഗ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിങ്ങനെ ഇസഡ് പ്ലെയിൻ എല്ലാം ഡബ്ല്യു പ്ലെയിൻ ആക്കി മാറ്റുമ്പം നമുക്ക് ചിലപ്പോൾ പോയിൻറ്റ്സ് ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പം കർവ് കിട്ടും. അപ്പോൾ അതിനെ പറയുന്നതാണ് ഇമേജസ്. ദി കറസ്പോണ്ടിങ് പോയിൻറ്റ്സ്, കർവ്സ് ഓർ റീജിയൻസ് ഇൻ ദി ടു പ്ലെയിൻസ് ആർ കോൾഡ് ദി ഇമേജസ് ഓഫ് ഈച്ച് അതർ. നെക്സ്റ്റ് നമുക്ക് കൺഫോമൽ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് അറിയണം. സപ്പോസ് ടു കർവ്സ് C1 and C2 in the Z plane intersect at P and the corresponding curves C1 dash and C2 dash in the W plane intersect at P dash under the transformation W equal to F of Z. Z പ്ലെയിനിലും രണ്ട് കേഴ്സ് വരച്ചു. C1 C2 ആണ്. അത് ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ് P ആണ്. അതുപോലെ W പ്ലെയിനിൽ നമ്മൾ രണ്ട് കേഴ്സ് വരച്ചിട്ടുണ്ട്. അത് C1 ഡാഷ് ആൻഡ് C2 ഡാഷ്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് P ഡാഷ് ആണ്. ഏത് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചാണ്? W ഈക്വൽ ടു F ഓഫ് Z. അപ്പോൾ അതിൻ്റെ ആംഗിളും ഡയറക്ഷൻസും സെയിം ആണെങ്കിൽ അപ്പോൾ അതിനെ പറയുന്നതാണ് കൺഫോമൽ മാപ്പിംഗ്. If the angle of intersection of the curves at P is the same as the angle of intersection of the curves at P dash, both in magnitude and sense. Sense എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ എന്നുള്ള മീനിങ് ആണ്. The transformation is said to be conformal at P. ഈ ചില കേസിൽ നമുക്ക് ചിലപ്പം ഡയറക്ഷൻ സെയിം ആയിരിക്കില്ല. ആംഗിൾ സെയിം ആണെങ്കിലും ചിലപ്പോൾ ഡയറക്ഷൻ സെയിം ആയിരിക്കില്ല. അങ്ങനെയുള്ള മാപ്പിങ്ങിനെ പറയുന്നതാണ് ഐസോഗണൽ മാപ്പിംഗ്. A mapping that preserves the magnitude of each angle but not sense is called an isogonal mapping. ഇവിടെ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് W is equal to 1 by Z. അപ്പോൾ Z പ്ലെയിൻ എല്ലാം W പ്ലെയിൻ ആക്കി മാറ്റണം. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ അറിയാം X പ്ലസ് ഐ വൈ ആണ്. അതുപോലെ W എന്ന് പറയുന്നത് U പ്ലസ് ഐ വി ആണ്. അപ്പോൾ W is equal to 1 by Z equal to U plus IV. അപ്പോൾ 1 by Z equal to 1 by X plus IY. ഇപ്പോൾ കോൺജുഗേറ്റ് കൊണ്ട് ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? X മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ X പ്ലസ് ഐ വൈ ഇൻറ്റു X മൈനസ് ഐ വൈ. ഇപ്പോൾ X മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ X സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. X by X square plus Y square minus I into Y by X square plus Y square, equating real and imaginary parts. U equal to X by X square plus Y square and V equal to minus Y by X square plus Y square. Similarly, X is equal to U by U square plus V square and Y equal to minus V by U square plus V square.
ഇനി നമ്മൾ സം പോയിന്റ്സ് കൊടുത്ത് നോക്കുകയാണ്. y ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ -v/u² + v² 0. ദിസ് ഇംപ്ലൈസ് v ഈക്വൽ ടു 0. ഓൾസോ axis x varies, u takes all real values. Therefore, the real axis y equal to 0 is mapped onto the real axis in the w plane. ഇപ്പോൾ ഇക്വേഷൻ ഓഫ് ദി u axis ആണെങ്കിലാണ് v equal to 0. അപ്പോൾ അത് റിയൽ ആക്സിസ് ആണ്. അപ്പോൾ y equal to 0 കൊടുത്തപ്പം നമുക്ക് റിയൽ ആക്സിസ് ആണ് കിട്ടിയത് w പ്ലെയിനിൽ. അതുപോലെ നെക്സ്റ്റ് h is equal to 0 എന്ന് കൊടുത്തു. അപ്പോൾ u/u² + v² = 0. This implies u equal to 0. Also, as y varies, v takes all real values. Therefore, the imaginary axis h is equal to 0 is mapped onto the imaginary axis in the w plane. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി y ആക്സിസ് ആണ് h is equal to 0. അതുപോലെ w പ്ലെയിനിൽ വന്നപ്പം ഇക്വേഷൻ ഓഫ് ദി v ആക്സിസ് ആണ് u equal to 0. അപ്പോൾ അത് ഇമാജിനറി ആക്സിസ് ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത് h is equal to c എന്ന് കൊടുത്തു. അപ്പോൾ c ഈക്വൽ ടു u/u² + v². അപ്പോൾ c ഇൻറ്റു u² + v² മൈനസ് u ഈക്വൽ ടു 0. u² + v² മൈനസ് 1/c u ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. അപ്പോൾ u മൈനസ് 1/2c ദ ഹോൾ സ്ക്വയർ പ്ലസ് v² ഈക്വൽ ടു 1/2c ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. x - a ദ ഹോൾ സ്ക്വയർ പ്ലസ് y - b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r². ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 1/2c ആണ്. 1/2c 0 ആണ്. അപ്പോൾ ഇത് റിയൽ ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. അപ്പോൾ therefore any line parallel to y axis is mapped into a circle passing through origin and having its center on real axis. ഈ നെക്സ്റ്റ് അടുത്തപോലെ y ഈക്വൽ ടു c എന്ന് കൊടുത്തു. അപ്പോൾ c ഈക്വൽ ടു -v/u² + v². അപ്പോൾ c ഇൻറ്റു u² + v² പ്ലസ് v ഈക്വൽ ടു 0. അപ്പോൾ u² + v² പ്ലസ് 1/c v ഈക്വൽ ടു 0. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. അപ്പോൾ u² പ്ലസ് v പ്ലസ് 1/2c ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2c ദ ഹോൾ സ്ക്വയർ. അപ്പോൾ u² പ്ലസ് v മൈനസ് ഓഫ് -1/2c ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/2c ദ ഹോൾ സ്ക്വയർ. ഇതും ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് -0 - 1/2c ആണ്. അപ്പോൾ ഇത് ലൈ ചെയ്യുന്നത് ഒരു ഇമാജിനറി ആക്സിസിലാണ്. Therefore, any line parallel to x-axis is mapped into a circle passing through origin and having its center on imaginary axis. The half plane, it's greater than c. It's greater than c എന്ന് പറയുമ്പം c greater than 0 പകുതി പ്ലെയിൻ്റെ പകുതി ആയിരിക്കും. Has its image the region u/u² + v² greater than c. ഇപ്പോൾ u² + v² മൈനസ് 1/c u ലെസ് ദാൻ 0. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. u minus 1/2c the whole square plus v square less than 1/2c the whole square. അപ്പോൾ ഇത് സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ സർക്കിൾ ഇൻസൈഡ് ദി സർക്കിൾ ആണ്. ലെസ് ദാൻ വന്നിരിക്കുന്നതുകൊണ്ട് ഇൻസൈഡ് ദി സർക്കിൾ ആണ്. അപ്പോൾ u minus 1/2c the whole square plus v square is equal to 1/2c the whole square. അപ്പോൾ the image of the circle h² plus y² equal to c² will be u/u² plus v² the whole square plus minus v/u² plus v² the whole square equal to c². u² plus v² equal to 1/c² a circle. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ ട്രാൻസ്ഫോർമേഷൻ വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് y ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് റിയൽ ആക്സിസ് ആയിരിക്കും, റിയൽ ആക്സിസ്. അതുപോലെ h is equal to 0 ആണെങ്കിൽ അത് w പ്ലെയിനിൽ വന്നപ്പോൾ നമുക്ക് ഇമാജിനറി ആക്സിസ് എന്ന് കിട്ടി. ഇനി h is equal to c ആണെങ്കിലോ അതൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. y ഈക്വൽ ടു c ആണെങ്കിലും നമുക്കൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. h ഗ്രേറ്റർ ദാൻ c ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? h ഗ്രേറ്റർ ദാൻ c നമുക്ക് ഇൻസൈഡ് ദി സർക്കിൾ, സർക്കിളിൻ്റെ ഇൻസൈഡ് ദി സർക്കിൾ. ജനറലായിട്ട് നമുക്കൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആ സർക്കിളിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. w ഈക്വൽ ടു 1/z.